ജയസൂര്യൻ സർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ രൂപമായ ജനസംഘം അത് സ്ഥാപിതമാകുന്നത് 1951 ഒക്ടോബർ 21-നാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് അതിന്റെ ഒരു സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത്. ആ ഒരു ബി.ജെ.പിയുടെ ആ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതുപോലെ തന്നെ CPIM-ന്റെ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത് നവംബർ 7 1964-നാണ്. നമുക്കറിയാം CPI പിളരുന്നു, CPIM, ആ ഹിസ്റ്ററി ഒക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് 140 വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ സ്ഥാപക ദിനം എപ്പോഴാണ്? ആരാണ് സ്ഥാപകൻ? ഇത് ഇന്ത്യയില് കോൺഗ്രസ്സുകാരെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് ആരംഭിക്കുന്നത് 1885-ൽ ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇത് ആരംഭിക്കുന്നത്. ഡിസംബർ മാസം 28-ാം തീയതിയാണ് അതിന്റെ സ്ഥാപക ദിനം. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനും ഇതൊന്നും പറയില്ല. അവരത് വളരെ രഹസ്യമായി മൂടി വെച്ചിരിക്കുകയാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം സ്ഥാപിച്ച ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് അതിന്റെ ചരിത്ര വഴികളിൽ നിരവധി ബ്രിട്ടീഷുകാര്, വിദേശികള് ഇതിന്റെ പ്രസിഡന്റുമാരായി, അഖിലേന്ത്യാ പ്രസിഡന്റുമാരായി കടന്നു വരുന്നുണ്ട്. ഇതൊന്നും ഒരു കോൺഗ്രസ്സുകാരും പറയില്ല. പക്ഷേ 140 വർഷത്തെ ചരിത്രം, പാരമ്പര്യം എന്നുള്ളത് എപ്പോഴും എടുത്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് 140 വർഷത്തെ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, ഞങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത്, ഞങ്ങളാണ് ഭരണഘടന എഴുതിയത് എന്നെല്ലാം നിരന്തരം വീമ്പിളക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാര് പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത്. എന്നിട്ട് ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? ഈ ചോദ്യം ഇന്നത്തെ BJP-കാരോടും ഇന്നത്തെ CPM-കാരോടും ചോദിക്കും. അന്ന് നിങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്കുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ BJP-യും ഇല്ല, CPM-ഉം ഇല്ല, കാരണം നിങ്ങളൊക്കെ പുതിയ പാർട്ടികളാണ്, ഇപ്പൊ ഉണ്ടായതേ ഉള്ളൂ എന്ന് പറയും. കേട്ടാൽ സാധാരണക്കാരനെ പൊട്ടനാക്കുന്ന, ആടിനെ പട്ടിയാക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. കാരണം ചരിത്രത്തിലേക്ക് ആരും പോകുന്നില്ല. അതുകൊണ്ട് ഈ ചോദ്യം വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. വളരെക്കൊണ്ട് ഞാൻ പറയാം, ഇന്ന് നമ്മൾ കാണുന്ന CPIM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും AK ഗോപാലൻ, EMS, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. നമുക്ക് വ്യക്തമായി കേരള ചരിത്രത്തിൽ അറിയാം, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് AK ഗോപാലൻ എന്ന് പറയുന്ന AKG പൊതുരംഗത്ത് സജീവമായി വരുന്നതും അറസ്റ്റ് വരിക്കപ്പെടുന്നതും വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നതും. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രങ്ങൾ മലബാറിൽ വ്യാപകമായി അദ്ദേഹം ആരംഭിക്കുന്നു. സ്വദേശി മൂവ്മെന്റ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത് RSSന്റെ എന്തോ തലതിരിഞ്ഞ പരിപാടിയാണെന്നൊക്കെയാണ് പറയുക. AKG അറിയാൻ വയ്യാത്ത കോൺഗ്രസ്സുകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അങ്ങനെ തോന്നും. അപ്പോ AKG ഗ്രാമാന്തരങ്ങളിൽ നടന്ന് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കാനും സ്വദേശി വാങ്ങാനും ഒക്കെ അന്ന് പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ആ AKG കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ വ്യക്തമാണ്. അപ്പൊ 140 വർഷത്തെ ചരിത്രം പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 11 വർഷക്കാലം AKG അതിന്റെ നേതൃനിരയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. 11 വർഷക്കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ 140 വർഷത്തെ ചരിത്രം, പാരമ്പര്യം അല്ല. ഇനി BJP-യുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, BJP-യും അതിന്റെ പൂർണ്ണരൂപമായ ജനസംഘവും ഒക്കെ ആരംഭിക്കുന്നത് അതിന്റെയും മാതൃസംഘടനയായ RSS ആണ്. ഈ RSS സ്ഥാപിച്ചത് ഡോക്ടർ കേശവ് ബൽറാം ഖെഡ്ഗേവാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഡോക്ടർ കേശവ് ബൽറാം ഖെഡ്ഗേവാർ ആരായിരുന്നു? അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. 1922-ൽ അന്ന് ഡോക്ടർ ഖെഡ്ഗേവാറിന് 33 വയസ്സ് പ്രായം. 1922-ൽ ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു RSS സ്ഥാപകനായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഖെഡ്ഗേവാർ. മാത്രമല്ല, ജാലിയൻ വാലാബാഗ് സമരം, അതിന്റെ കൂട്ടക്കൊല, ഇതിനൊക്കെ ശേഷം പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ 15,000-ഓളം പ്രതിനിധികളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പങ്കെടുത്തത്. അന്ന് ആ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള മൈതാനം, അതുപോലെ താമസം, ഭക്ഷണം, ഈ കാര്യങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടി അന്ന് ഏതാണ്ട് 1,500 മുതൽ 3,000-ഓളം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു.
സേവാദൾ എന്ന് ഇപ്പോൾ കോൺഗ്രസ് പറയല്ലോ. കോൺഗ്രസ്സുകാരനോട് നമുക്ക് ചോദിക്കാം, ധൈര്യമുണ്ടോ സേവാദളിന്റെ മുഴുവൻ പേര് പറയാൻ എന്ന്. ഒരു കോൺഗ്രസ്സുകാരനും സേവാദളിന്റെ മുഴുവൻ പേര് പറയാൻ ധൈര്യമില്ല. സേവാദളിന്റെ മുഴുവൻ പേര് ഹിന്ദുസ്ഥാനി സേവാദൾ എന്നാണ്. അതിനകത്ത് ഹിന്ദു എന്ന വാക്ക് വന്നതുകൊണ്ട് പിൽക്കാലത്ത് അവരത് വെട്ടിക്കളഞ്ഞ് വെറും സേവാദൾ എന്നാണ് വിളിക്കുന്നത്. അന്നത്തെ സേവാദളിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ടിരുന്ന ആളാണ് RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ. 1500 വോളണ്ടിയർമാരെ അണിനിരത്തിക്കൊണ്ട് 1919 ഡിസംബർ മാസം 27-ാം തീയതി മുതൽ 1920 ജനുവരി 1-ാം തീയതി വരെ നീണ്ടുനിന്ന അമൃത്സർ കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ ഭക്ഷണവും താമസവും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുത്ത 1500 പേരുടെ ഹിന്ദുസ്ഥാനി സേവാദളിന്റെ നേതാവായിരുന്നു ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അതിൽ അദ്ദേഹം വന്ദേ മാതരം എന്ന മുദ്രാവാക്യം വിളിക്കുകയും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയും ചെയ്തതിന്റെ കുറ്റത്തിന്, അന്ന് അതൊക്കെ കുറ്റമാണ്, ഇപ്പോഴും അത് ഏതാണ്ട് കുറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റത്തിന് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1 സംവത്സരക്കാലം ശിക്ഷ വിധിച്ച് അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാറിന് വൻതോതിലുള്ള ഒരു സ്വീകരണ സമ്മേളനം നടത്തപ്പെട്ടു. ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിരുന്ന മോട്ടിലാൽ നെഹ്റുവാണ്. അതായത് മോട്ടിലാൽ നെഹ്റു എന്ന് ഞാൻ ഒറ്റയ്ക്ക് പറയാതിരുന്ന ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ ഈ മോട്ടിലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ അതാരാന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോട്ടിലാൽ നെഹ്റു. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോട്ടിലാൽ നെഹ്റു, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോട്ടിലാൽ നെഹ്റു, അദ്ദേഹമാണ് ഇന്ന് ഈ പറയപ്പെടുന്ന RSS സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ. അദ്ദേഹം ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നതും ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോട്ടിലാൽ നെഹ്റുവാണ്. ഇത്രയും ചരിത്ര വസ്തുതകൾ വ്യക്തമാണ്. അപ്പോൾ 140 വർഷത്തെ ചരിത്രം പറയുന്ന കോൺഗ്രസ് ഇത് കൂടി പറയണം. ആ 140 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ RSSന്റെ ചരിത്രം ആ കോൺഗ്രസിന്റെ അകത്തുണ്ട്. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആ കോൺഗ്രസിന്റെ 140 വർഷത്തെ ചരിത്രത്തിനകത്തുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ 140 വർഷത്തെ ചരിത്രം അഭിമാനപൂർവ്വം പറയുന്നുവെങ്കിൽ അഭിമാനപൂർവ്വം പറയണം AKGയുടെ പേര്, അഭിമാനപൂർവ്വം പറയണം ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാറിന്റെ പേര്. അത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അഭിമാനപൂർവ്വം അവർക്ക് പറയാൻ തന്റെ ഇടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സേവാദളിന്റെ മുഴുവൻ പേര് ഹിന്ദുസ്ഥാനി സേവാദൾ ആയിരുന്നു. കോൺഗ്രസ്സുകാരന് പറയാൻ ധൈര്യമുണ്ടോ? അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിരുന്ന വിദേശികൾ എത്ര പേരുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? എത്രയോ വിദേശികൾ. ഇപ്പോ ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൽ നിന്ന് തുടങ്ങി, ബ്രിട്ടനിൽ ജനിച്ച സായിപ്പിൽ നിന്ന് തുടങ്ങി, ഇറ്റലിയിൽ ജനിച്ച മറ്റൊരു സായിപ്പിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയോട് കൂറ് പ്രകടിപ്പിച്ച പാർട്ടിയെ അല്ല. അവര് വിദേശ രക്തം സിരകളിൽ ഓടുന്ന വൈദേശികമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു പാർട്ടി തന്നെയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ, പാകിസ്ഥാനുമായിട്ട് ഉണ്ടായ സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ മറുപടി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. കോൺഗ്രസിന്റെ കുറ്റമല്ല, അത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. അപ്പോ കോൺഗ്രസിന്റെ ഈ ചരിത്രത്തെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്താൽ അതിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഇന്ന് ഇപ്രകാരം നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് 140 വർഷത്തെ ചരിത്രം കോൺഗ്രസ്സുകാർ ആദ്യം വിശദമായി പഠിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതായത് ഇന്ന് നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ വിശ്വാസികളും പ്രവർത്തകരും മെമ്പർമാരും 140 വർഷത്തെ ചരിത്രം പഠിക്കാൻ തയ്യാറുണ്ടോ? പഠിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ 140 വർഷത്തെ ചരിത്രം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ ധൈര്യമുണ്ടോ? എന്നിട്ട് കോൺഗ്രസിന്റെ നാളിതുവരെയുള്ള പ്രസിഡന്റുമാരുടെ ചരിത്രം പഠിപ്പിക്കാൻ ധൈര്യമുണ്ടോ? കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന RSS നേതാക്കളുടെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ചരിത്രം പഠിപ്പിക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ സ്വന്തം ചരിത്രത്തെ കുറിച്ച് മഹത്വപൂർണമായിട്ട് വാചകമടിക്കുമ്പോൾ ആ സ്വന്തം ചരിത്രം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കാൻ തയ്യാറാവാത്തത്? അപ്പോൾ ചരിത്രത്തെ വികലമാക്കാതെ വിശദമായി പറയാനും വിശദമായി പഠിക്കാനും അത് പഠിപ്പിക്കാനും കോൺഗ്രസ് തയ്യാറായാൽ
ഈ 140 വർഷത്തെ ചരിത്രം എന്ന് പറയുന്ന ബെഡായി പൊളിഞ്ഞു വീഴും. തീർച്ചയായും 140 വർഷത്തെ ചരിത്രം പറയുന്ന കോൺഗ്രസിന് ഹെഡ്ഗേവായുടെയോ AKGയുടെയോ പേര് പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. ജയസൂര്യൻ സാർ ചോദിച്ച ആ ഒരു ചോദ്യത്തിലാണ് ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും വർഷത്തെ ചരിത്രം പറയുന്ന കോൺഗ്രസിന് തങ്ങളുടെ പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ സ്ഥാപക ദിനത്തിന്റെ സ്ഥാപക വർഷത്തിന്റെ ഒക്കെ ചരിത്രം വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഉള്ള ധൈര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വ്യക്തമാണ് ജയസൂര്യൻ സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.